ദൈവത്താൽ ഹലോ ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ജയമുണ്ടല്ലോ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം ഇവിടെ തന്ന ദൈവത്തിന് നന്ദി പറയാം. എല്ലാ ദിവസവും അനുഗ്രഹിക്കപ്പെട്ട ദിവസം നമുക്കിതായിരുന്നു. ഇന്ന് കർത്താവിൻ്റെ വചനം പുറത്തു പോയി പ്രസംഗിക്കാൻ പറ്റി. അതിനുള്ള കൃപ അതിനെ ഓർത്ത് യേശുക്രിസ്തു വഴി പിതാവ് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് തുടർമാനമായിട്ട് ഇംഗ്ലീഷ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആദ്യം മലയാളത്തിൽ. ഇതിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം അതിൽ 7-ാം വാക്യം, അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു വേണ്ടി പ്രാർത്ഥന. പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ്, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിഗത കർത്താവെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം ശ്രമിക്കുന്ന ഓരോ വ്യക്തിയും കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണം കർത്താവെ. ദൈവസ്നേഹത്താൽ നിറയ്ക്കുന്നതിനോട് നന്ദി പറയുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഒരു ഷോർട്ട് മെസ്സേജ് പോലെ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, ഇംഗ്ലീഷിൽ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് അല്പസമയം ഇത് പറഞ്ഞിട്ട് യെശയ്യാ പ്രവാചകൻ പുസ്തകം 52-ാം 7-ാം വാക്യം, ബുക്ക് ഓഫ് ഐസയ്യാ ചാപ്റ്റർ 52 വേഴ്സ് 7. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. Holy Spirit, you are the Lord that heal me. ഇത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിൻ്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്ത ദൂതൻ്റെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം. ഇതെല്ലാ ഗോസ്പൽ പ്രീച്ചേഴ്സിനും വേണ്ടി എടുക്കാനായിട്ട് ദൈവത്തിന് പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ തരുവാൻ സംസാരിക്കാനായിട്ട്. ഇതിൽ കർത്താവിൻ്റെ വചനം ദൈവനാമം പ്രസംഗിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചിട്ട് മറ്റുള്ളവരെ ദുഷിച്ച് സംസാരിക്കുന്നവരല്ലേ, ആത്മാർത്ഥമായിട്ട് കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരമെന്ന് ദൈവത്തിന് വിശുദ്ധാത്മാവിൽ പറയുന്നു. ഇത് പറയുന്നത് വെച്ചാൽ സമാധാനത്തെ സൂക്ഷിച്ച്, പ്രൈസ് ദി ലോർഡ്, കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചിട്ട് മറ്റുള്ളവരുടെ ജീവിതം തകർത്ത് കളയുന്ന വ്യക്തിയെ പറ്റിയല്ല, മറിച്ച് സമാധാനത്തെ പ്രഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിൻ്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്ത ദൂതൻ്റെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്നവരുടെ കാൽ എത്ര മനോഹരമാണ്. അതാണ് പൗലോസ് പറയുന്നത്, നമ്മൾ തേജസ്സിന്മേൽ തേജസ് ധരിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ നമുക്ക് ഇരട്ടി തേജസ്സാണ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരുവന് അവനവൻ്റെ പ്രവൃത്തിക്കൊത്ത തക്കവണ്ണം പ്രതിഫലം കർത്താവ് ദൈവത്തിന് വിശുദ്ധാത്മാവ് തരും. അതുകൊണ്ട് തന്നെ ഈ ചെറിയ ജീവിതമുള്ളൂ. ഈ ജീവിതത്തിൽ കർത്താവിനെ നമ്മൾ പ്രഘോഷിക്കാനായിട്ട് ദൈവത്തിന് വിശുദ്ധാത്മാവ് എല്ലാവരും ഉത്സാഹിപ്പിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് ചോയ്സ് ചെയ്യാം. നിങ്ങൾക്ക് പ്രസംഗിക്കേണ്ട പ്രൈസ് അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കർത്താവിനെ ഇന്ന് പ്രഘോഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രഘോഷിക്കേണ്ട. അതാണ് കർത്താവ് നമുക്ക് ചോയ്സ് തന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ നമ്മുടെ മനുഷ്യരാശിക്കും നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിന്, പ്രൈസ് ദി ലോർഡ്, അതിലേറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ കർത്താവ് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് തന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഡെത്ത് ആൻഡ് ലൈഫ് ദാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. പ്രൈസ് ദി ലോർഡ്. അതാണ് ജീവനും മരണവും നമ്മുടെ മുമ്പിൽ കർത്താവ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാമെന്ന് കർത്താവിൻ്റെ വചനത്തിൽ തന്നെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കർത്താവിൻ്റെ വചനം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉത്സാഹിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് ബുദ്ധിമുട്ടുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, ഒറ്റപ്പെട്ട അവസരങ്ങളുണ്ടാവും. നിങ്ങൾ തന്നെ കാണത്തുള്ളൂ വളരെ നാളത്തെ. എങ്കിലും നമ്മൾ വിട്ടുകൊടുക്കരുത്. പ്രഘോഷിച്ചുകൊണ്ടേയിരിക്കണം. എല്ലാം തകരും, ഒന്നുമില്ലാത്ത അവസ്ഥ വരും, എങ്കിലും വിട്ടുകൊടുക്കരുത്. നമ്മൾ ചെയ്യുന്നതാണ് സത്യം. യേശുക്രിസ്തുവാണ് സത്യദൈവം. സത്യവചനം പ്രഘോഷിക്കപ്പെടുക തന്നെ ചെയ്യണം. അത് തടയാനായിട്ട് എല്ലാവരും വരും. പക്ഷെ അവരെയൊന്നും നോക്കരുത്. ഇന്ന് ജീവിച്ച് നാളെ മരിച്ചു വന്ന ആൾക്കാരെ ഒന്നും നമ്മൾ നോക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവവചനം നമ്മൾ പ്രഘോഷിക്കണം.
നമ്മളായിരിക്കുന്ന സിറ്റിയെ നമ്മൾ പ്രഘോഷിക്കണം. ആയിരിക്കുന്ന സമൂഹത്തിൽ കർത്താവിനെക്കുറിച്ച് പറയണം. ആയിരിക്കുന്ന ആ വില്ലേജിൽ യേശുക്രിസ്തു ദൈവമാണ് എന്ന് നമ്മൾ ഉറക്കെ പ്രഘോഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കണം. അനേകം ആത്മാക്കളെ പ്രൈസ് ദി ലോർഡ് രക്ഷയിലേക്ക് നയിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് നമ്മൾ ഉത്സാഹിപ്പിക്കുന്നു. ഇതാണ് പറയുന്നത് യേശു പ്രവാചകൻ അത് ഈ കർത്താവിൻ്റെ വചനം നമ്മൾ പ്രഘോഷിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ കർത്താവിലുള്ളത് നമ്മൾ ചിന്തിക്കണം. കർത്താവിനെക്കുറിച്ച് അറിയണം. കർത്താവിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. കർത്താവിനെക്കുറിച്ച് നമ്മൾ ദൈവത്തെക്കുറിച്ച് എവിടേക്ക് നമ്മൾ സെർച്ച് ചെയ്യാൻ പറ്റുമോ? ബൈബിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യേണ്ടത് ബൈബിളിലാണ് പഠിക്കേണ്ടത്. അതിൽ റെഫറൻസ് എവിടെ നിന്നൊക്കെ എടുക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ നിന്നെല്ലാം റെഫറൻസ് എടുത്തിട്ട് ജ്ഞാനം സമ്പാദിക്കണം. യഥാർത്ഥ ജ്ഞാനത്തിലൂടെ കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവ് തന്നെ അതാണ് പറയുന്നത്, അന്ത്യനാളിൽ കർത്താവ് സകല ജഡത്തിൻ്റെ മേലും തന്നെ ആത്മാക്കളെ പകരും. അതാണ്, നിങ്ങളുടെ പുത്രന്മാരും പ്രവചിക്കും, യവനക്കാ ദർശനങ്ങളെ ദർശിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന ദൈവത്തിന് വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. പ്രൈസ് ദി ലോർഡ്. അതാണ് കർത്താവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ഈ അന്ത്യനാളുകളിൽ നമ്മുടെ കുടുംബമായിട്ട് വ്യക്തികളായിട്ട് പ്രൈസ് ദി ലോർഡ് കർത്താവിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർക്ക് ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് പോകേണ്ട ഗൈഡൻസ് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. ബുക്ക് ഓഫ് ഐസയ്യാ ചാപ്റ്റർ 28:20 ആണ് ഇത് പറയുന്നത്. ഹി ഈസ് വണ്ടർഫുൾ ഇൻ കൗൺസിൽ ആൻഡ് എക്സലന്റ് ഇൻ ഗൈഡൻസ്. ഓക്കെ, അതും സൈന്യങ്ങളെ ഗവോബയിൽ നിന്ന് വരുന്നു. അവൻ ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയും ഉള്ളവനാകും ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് പറയുന്നത്. അതാണ് കർത്താവിൻ്റെ പ്രവേശനം. ആദ്യം നമ്മൾ ഇതെന്ന് വെച്ചാൽ ഉയരത്തിലുള്ളത് ചിന്തിക്കണം, സ്വർഗരാജ്യത്തിലുള്ളത് ചിന്തിക്കണം. അതാണ് സ്വർഗരാജ്യം എന്ന് വെച്ചാൽ ഭക്ഷണവും പാനീയവുമല്ല, നീതിയും പരിശുദ്ധാത്മാവിനുള്ള കൂട്ടായ്മയൊക്കെയാണ്. പ്രൈസ് ദി ലോർഡ്. സമാധാനവും പ്രൈസ് ദി ലോർഡ് ജോയിയും പരിശുദ്ധാത്മാവിനുള്ള കൂട്ടായ്മയാണ്, സന്തോഷവും എല്ലാം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹോരായതിൽ കൊളോഷ്യൻ ചാപ്റ്റർ 3:2 ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൊളോസ്യൻസ് ലേഖനം 3:2 പറയുന്നു, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പൻ, സ്വർഗരാജ്യത്തിലുള്ള ചിന്തിപ്പൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. അപ്പോൾ എൻ്റെ അടുത്ത് കർത്താവിൻ്റെ വചനം പ്രവേശിക്കാൻ ആർക്ക് കർത്താവിൻ്റെ വചനം പ്രവേശിക്കാൻ എൻ്റെ അടുത്ത് വന്നാൽ അവരെല്ലാം എന്നെക്കുറിച്ച് ആൾക്കാർ പറഞ്ഞ് എന്തായിട്ട് മാറ്റി വിടുവാണ്. കാരണം അത് ഞാൻ ഹൈലി അനോയിൻറ്റഡ് പേഴ്സണാണ്. അതുകൊണ്ട് തന്നെയാണ് അന്ധകാര ശക്തികൾ എന്നോടൊപ്പം വരുന്ന ആൾക്കാരെ മൊത്തം അത് പറഞ്ഞ് മാറ്റി വിടുന്നത്. എന്ന് വിചാരിച്ച് കർത്താവിൻ്റെ വചനം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കർത്താവ് പുതിയ ആൾക്കാരെ തരും. ഒരു നാൾ നമുക്കെതിരെ കൈവെക്കുന്ന ആൾക്കാർ അവർ ഒന്നുമില്ലാതെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. ഇതല്ലോ. ഹല്ലേലൂയ. അതാണ് പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നു, എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ടും എൻ്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മയെ കുളിച്ച് കെട്ടിയും രസിക്കും. നമുക്കെതിരെ കൈവെക്കുന്നവർ, കർത്താവിൻ്റെ വചനത്തിൻ്റെ കൈവെക്കുന്നവർ, തടസ്സപ്പെടുത്തുന്നവർ, അപ്പോൾ ഗോഡ് വിൽ ഫൈറ്റ് ഫോർ യു. പ്രൈസ്. അതാണ് പറയുന്നത്. കർത്താവ് നമുക്കൊരു യുദ്ധം ചെയ്യും. അവർ കൈവെക്കുന്നവരെ ഒന്നുമില്ലാതായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. എങ്കിലും നമ്മളിവിടെ തന്നെ കാണും. നമ്മൾ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് ഓഫ് കൊളോഷ്യൻ ചാപ്റ്റർ 3:2 അതാണ് കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കൊളോസ്യ ലേഖനം 3:2 പറയുന്നത്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പാൻ ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് കർത്താവിൻ്റെ വചനം പറയുന്നു, നമ്മൾ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം. ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞ ഒരു ദൈവ പൈതലിനെ കൊണ്ട് ഞാൻ പറയുന്നത്, ലോകത്ത് ജീവിക്കുന്ന വ്യക്തിയോടല്ല പറയുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവ പൈതൽ കർത്താവ് വലിയ ഗ്രേറ്റസ്റ്റ് അസൈൻമെൻറ്റാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇതിൽ പറഞ്ഞു വെച്ചാൽ അതാണ് കൊളോഷ്യൻ ചാപ്റ്റർ 3:3 കൊളോസ്യൻസ് ലേഖനം 3:3 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിനോടുകൂടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വി ആർ ദ ഷാഡോ ഓഫ് ക്രൈസ്റ്റ്. ഓക്കെ, അതാണ് യേശു ക്രിസ്തുവിൻ്റെ ഒരു നിഴലായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പ്രൈസ്. യേശു ക്രിസ്തു ഡയറക്റ്റായിട്ട് വന്ന് പ്രവർത്തിക്കാണ്ട് പറ്റത്തില്ല. അതാണ് നമ്മുടെ കൈകളിലൂടെയാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ കൈകളിലൂടെയാണ് കർത്താവ് അത്ഭുതവും അടയാളം വീര്യപ്രവർത്തിയും ചെയ്യുന്നത്. അത് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെല്ലാവരും എന്നല്ല പറഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അതെ കർത്താവിൻ്റെ ആ കൂട്ടായ്മ നടക്കുന്ന ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ സ്വർഗ്ഗരായി തീർത്തപ്പെട്ട് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. കർത്താവിൻ്റെ വചനം പറയുന്നത് മത്തായി സുവിശേഷം 28 ബുക്ക് മാത്യു ചാപ്റ്റർ 28:18. Praise the Lord. Go and preach this gospel. Praise the Lord. Hallelujah. Teach all things, everything what I have taught to you. Praise the Lord. And lay your hand on the sick people and heal them. Praise the Lord. Sick people, heal them
in the name of Jesus Christ. Praise the Lord. And baptize the people in the name of the Father and the Son and the Holy Spirit. Okay. യേശുക്രിസ്തുവിൻ്റെ നാമത്തെ സൗഖ്യം കൊടുത്ത് പ്രൈസ് ദി ലോർഡ്. പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ സ്നാനം കഴിപ്പിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതുമൊക്കെയും അനുസരിക്കാൻ തക്കവണ്ണം അവരെ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ വലിയൊരു ഉണർവിന് വേണ്ടിയ കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ കർത്താവിന് വേണ്ടി വിളിക്കും, വലിയ ഉണർവ് വേണ്ടി വിളിച്ചിരിക്കുന്നതിൻ്റെ അടയാളം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശത്രുക്കളും എല്ലാവരും നിങ്ങൾ ഒറ്റപ്പെടും. അതാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയ സൈനാണ് നിങ്ങളെ കർത്താവ് ഹൈലി അനോയിൻറ്റഡ് ആണെന്നുള്ളത്. നിങ്ങൾക്ക് ശത്രുക്കളില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാന്ന് വെച്ചാൽ നിങ്ങളിലൊന്നും എന്നതിൻ്റെ അർത്ഥം. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ശത്രുക്കളുണ്ടാവുള്ളൂ. പ്രൈസിലോ സത്താനെ കോട്ട നിങ്ങൾക്കെതിരെ കൈവെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ ഉണ്ട്, കർത്താവ് നിങ്ങൾ എന്തോ കാര്യത്തിലൂടെ ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാവരും നിങ്ങൾക്കെതിരെ കൈവെക്കുന്നത്, നിങ്ങളെ തകർക്കാൻ തുടങ്ങി. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കരുത്, ആ ഫോക്കസിലേക്ക് നീങ്ങണം. പ്രാർത്ഥനയിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുന്നോട്ട് നമ്മൾ പോകണം. ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് നമുക്കത് ഓപ്പൺ ചെയ്തു തരും. This today I am preaching. This is same I will be preaching in English too after a few minute time. Okay. Book of Isaiah chapter 52 verses 7 today I am preaching. Okay. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കൊളോസിയൻസ് ചാപ്റ്റർ 3 verses 4 ബൈബിൾ സെയിങ് നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. When the Christ who is our life appears, then you also will appear with him in glory. Pray in glory. That's what the people, those who are in Christ Jesus, praise the Lord. Hallelujah. God's glory dwells in you. അതാണ് പറയുന്നത്. കർത്താവിൻ്റെ ആ മഹത്വം നമ്മളിൽ വഹിക്കുന്നു. അതാണ് അപ്പോൾ പൗലോസ് പറയുന്നത്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ യേശുക്രിസ്തു നമ്മളിൽ വസിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് എത്ര നല്ലൊരു ബൈബിൾ വാക്യ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. സച്ച് എ ബ്യൂട്ടിഫുൾ ബൈബിൾ വേർഡ്സ് വി ഹാവ്. അതാണ് എത്ര നല്ല ബൈബിൾ വാക്യമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത്രയും നല്ല നമ്മൾ ഈ യേശുക്രിസ്തുവിൻ്റെ രക്ഷകനായിട്ട് സ്വീകരിച്ച പോലക്കത്തെ ആൾക്കാരെ പോലെ എത്രമാത്രം സൗഭാഗ്യത്തിൽ ജീവിക്കുന്ന, സന്തോഷത്തിൽ ജീവിക്കുന്ന, ബുദ്ധിമുട്ടില്ലെന്നല്ല, പക്ഷെ എന്നാലും മനസ്സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ആരാവുള്ളൂ? പ്രൈസ് ദി ലോർഡ്. അതാണ് എനിക്ക് പറയാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടൽ പോലെ പ്രശ്നങ്ങൾ വരും, നമ്മളെ കൊല്ലുന്ന രീതി പ്രശ്നങ്ങൾ വരും. പക്ഷെ അതിൽ നിന്നെല്ലാം മനസ്സമാധാനത്തോടെ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരേ ഒരു കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ അത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവ പൈതൽ കർത്താവിൻ്റെ കൂട്ടായ്മ ആചരിക്കുന്നവരാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട എല്ലാവരെ പറ്റിയില്ലെന്നാണ് പറയുന്നത്. എത്രയോ ദിവസം വിളിച്ച് നടക്കുന്നവരെ പറ്റിയല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ കൂട്ടായ്മയിൽ നടക്കുന്ന ആൾക്കാരെ പറയും. എത്ര പ്രശ്നങ്ങളൊന്നും അതിൽ നിന്നെല്ലാം കർത്താവ് പരീക്ഷയോടുകൂടി പോക്കുവഴിയോടെ തരുന്ന ദൈവമാണ് നമുക്ക്. ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ലാത്ത രീതിയിൽ പരീക്ഷ നമുക്ക് തരത്തില്ല കർത്താവ്. പരീക്ഷയോടുകൂടി പോക്കുവഴികളും തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. You will get a solution each and every of your problems if you are the child of God walking in Christ Jesus. അതുകൊണ്ട് പ്രശ്നത്തെ ഓർത്തും ഭയപ്പെടരുത്. കർത്താവ് തന്നെ ആ പ്രശ്നങ്ങളോട് നടക്കുവാനുള്ള ആ ഒരു കർത്താവ് തരുന്ന ആ കൃപയോർത്ത് നമ്മൾ സന്തോഷിക്കുകയോ ചെയ്യേണ്ടത്. എത്ര പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്. അല്ല, അതാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമ്മൾ ജയാളിയാണ് എന്ന് പ്രൈസ് ദി ലോർഡ്. 1 John chapter 5 കർത്താവിൻ്റെ വചനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. അതാണ് ഫിലിപ്പിയർ ലേഖനം 4:9 വാക്യം പറയുന്നതെന്ന് വെച്ചാൽ, എന്നോട് പഠിച്ചും ഗ്രഹിക്കും. ഫിലിപ്പിയൻ ചാപ്റ്റർ 4 verses 9. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ, എന്നാൽ സമാധാനത്തെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി. ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെയും ഫിലിപ്പിയൻ ചാപ്റ്റർ 4 verses 8 പറഞ്ഞേ, ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുള്ളവിൻ. മെഡിറ്റേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് നമ്മളെ ഉത്സാഹിപ്പിക്കുന്നു. വചനം വായിക്കുക മാത്രമല്ല, ആ വചനത്തെപ്പറ്റി ചിന്തിക്കുവാനും അതിനെപ്പറ്റി നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുവാനായിട്ട് ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് ഉത്സാഹിപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ വചനം മനസ്സിലാക്കുന്നതിലൂടെ ആ സത്യത്തെ നമ്മൾ അറിയുകയും അംഗീകരിക്കുകയും, പ്രൈസ് ദി ലോർഡ്, ദുഷ്ടപിശാചുകൾ നമ്മുടെ ജീവിതത്തെ കൊണ്ടുവന്നിരിക്കുന്ന, ആത്മമണ്ഡലത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന, നമ്മുടെ ചിന്താമണ്ഡലത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ ബ്ലോക്കുകളും കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ അത് തകർക്കപ്പെടുകയാണ് ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ദൈവത്തിനും കീഴടങ്ങുവിൻ, വചനത്തിനും കീഴടങ്ങുവിൻ, പിശാചോടെ എതിർത്ത് നിൽക്കുവിൻ, എന്നാൽ അവൻ നിന്നിട്ട് ഓടും. സബ്മിറ്റ്
yourself to the Lord and resist the devil and devil will flee from you. Praise the Lord. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ വചനം നമുക്ക് യെശയ്യാപ്രവാചന പുസ്തകം പറയുന്ന പോലെ തന്നെ പറയാം. ബുക്ക് ഓഫ് ഐസായ ചാപ്റ്റർ 5:52-7 അതാണ് യെശയ്യാപ്രവാചന പുസ്തകം 52 അധ്യായം 7 വാക്യം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനം അതാണ് പറയുന്നത്. നന്മ സുവിശേഷം, ഹൗ ബ്യൂട്ടിഫുൾ upon the mountains are the feet of him who brings good news. Praise the Lord. Hallelujah. അതാണെന്ന് സമാധാനത്തെ പ്രഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്ഥ ദൂതൻ്റെ കാൽ പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം. പ്രാർത്ഥിക്കുന്നു. ഒരു മിനിറ്റ്. പിതാവ് നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. യേശുവിൻ്റെ നാമത്തെ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർത്ത് കർത്താവിൻ പ്രാർത്ഥി. പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ കർത്താവെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട ഓരോ വ്യക്തിയോർത്തും കർത്താവെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ശക്തി എല്ലാവരും നിറയ്ക്കണം കർത്താവെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണം കർത്താവ്. ദൈവസ്നേഹത്താൽ നിറയ്ക്കണമേ കർത്താവ്. രോഗികൾക്കായി കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവ്. രോഗാവസ്ഥയെല്ലാം ഞാൻ റെബ്യൂക്ക് ചെയ്യുന്ന യേശുവിൻ്റെ നാമത്തെ. ഐ റെബ്യൂക്ക് ദ സ്പിരിറ്റ് ഓഫ് ഇൻഫർമിറ്റി റൈറ്റ് നൗ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. I declare the healing. I declare the deliverance. I declare the extraordinary miracles in the mighty name of Jesus Christ. Amen. അതാണ് രോഗികളായിട്ട് ആൾക്കാർ രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആമേൻ പറഞ്ഞ് ടൈപ്പ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ ഉത്സാഹിപ്പിക്കുന്നു. ഓക്കെ. കർത്താവ് നിങ്ങൾ ധാരാളം അനുഗ്രഹിക്കട്ടെ. God bless you.